മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ ഗവർണർ അനുമതി കൊടുക്കൂ? അല്ല, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വിജയിക്ക് എന്താണ് ഇത്രയും വലിയൊരു താല്പര്യം പോലെ? എനിക്ക് താല്പര്യം. മീഡിയകളൊക്കെ വല്ലാതെ അദ്ദേഹത്തിന്റെ കൂടെയുള്ള അദ്ദേഹത്തിന് എന്തെല്ലാം ഇരട്ടപ്പേരാ ഉള്ളത്? പിണു, പിന്നെ വേറെന്താ അദ്ദേഹത്തിന്റെ മാൻഡ്രേക്ക് ഇപ്പൊ ഏറ്റവും പുതിയത്. പിന്നെ അദ്ദേഹത്തിന് വേറെ പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. ശരി, പറഞ്ഞോളൂ. അല്ല, അദ്ദേഹം ഒരിക്കൽ ജയിലിൽ പോവുകയാണെങ്കിൽ ഇത്രയും പേരെ ജയിലിലുള്ള ക്രിമിനൽസിനെ എല്ലാം അദ്ദേഹം കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളം രക്ഷപ്പെടും. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹം കണ്ണൂർ ജയിലിൽ പോകണമെന്നാണ് വിഷയം. എന്താന്ന് പറഞ്ഞാൽ പറഞ്ഞോളൂ. ഈ നവകേരള യാത്രയായിട്ട് ബന്ധപ്പെട്ട് ഒരു രക്ഷാപ്രവർത്തനം ഓർമ്മയുണ്ടല്ലോ. അപ്പൊ അതില് അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിന്റെ വണ്ടിക്ക് നേരെ ഈ കുറച്ച് KSU പ്രവർത്തകർ ചാടുകയും അവരെ കുറച്ച് ചെടിച്ചട്ടി മാറി അടിച്ചൊരു സംഭവം അറിയാലോ, നമ്മുടെ DYFI സഖാക്കൾ. എന്നിട്ട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊരു രക്ഷാപ്രവർത്തനം നടത്തി. രക്ഷാപ്രവർത്തനം നടത്താൻ വേറെ പോലീസുകാരില്ലേ ഇദ്ദേഹത്തിന്? എന്തായാലും അത്തരം ആ ഒരു കേസിൽ ഇപ്പൊ ഗവർണറിന്റെ അനുമതി കിട്ടിയാൽ മാത്രമേ ഒരു അന്വേഷണം, ഒരു പ്രോസിക്യൂഷൻ നടക്കുള്ളൂ. ഞാനത് വ്യക്തമായിട്ട് പറയാം. അതായത് മുഖ്യമന്ത്രി ഇത്തരത്തിൽ അവർ നടത്തിയ ഇവിടെ യാത്രയിൽ KSUക്കാർ ചാടി വീണപ്പോഴത്തേക്ക് DYFIക്കാരൊക്കെ കൂടെ ചേർന്ന് ആ പയ്യന്മാരെ മർദ്ദിച്ചു. പിന്നെ ഇദ്ദേഹത്തിന്റെ ഗൺമാന്മാര് 2 പാവം പയ്യന്മാരെ പട്ടി തല്ലണമുള്ള രംഗം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കോടതിയിൽ കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോഴത്തേക്ക് കോടതി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോസിക്യൂഷൻ അനുമതി വേണം. അപ്പൊ പ്രോസിക്യൂഷൻ അനുമതി തരണമെങ്കിൽ ഇദ്ദേഹം നമ്മളെ ഗവർണറാണ് അത് നൽകേണ്ടത്. ഇത് പ്രോസിക്യൂഷൻ അനുമതി ഇല്ലാതെ കേസെടുക്കാനാവില്ലെന്ന് കോടതി. കേസെടുക്കണമെങ്കിൽ ഗവർണറിൽ നിന്ന് പ്രോസിക്യൂഷൻ അനുമതി ഹാജരാണ്. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആർലേക്കർ ഇദ്ദേഹത്തിന് ചിലപ്പോ അറസ്റ്റ് ചെയ്യാൻ അനുമതി കൊടുത്തേക്കുമോ എന്നൊരു സംശയം. കാരണം ഇവർ തമ്മിൽ അങ്ങോട്ട് അത്ര നല്ല ചേർച്ചയിലല്ല. ആരിഫ് മുഹമ്മദ്കാരാണെങ്കിൽ അറസ്റ്റ് ചെയ്യാനുള്ള അനുവാദം കൊടുത്തേ. കാര്യം പ്രോസിക്യൂഷൻ അനുമതി ഹാജരാക്കാതെ കോടതി നല്ല ആരിഫ് മുഹമ്മദ് കൊടുത്തേനെ. അതെ, കൊടുത്തേനെ, അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞേനെ. കാര്യം അവർ അളിയനല്ലേ, ഭയങ്കര സ്നേഹമായിരുന്നല്ലോ ആരിഫ് മുഹമ്മദ് ഖാനും പിണറായി വിജയനും. അപ്പൊ ഇദ്ദേഹം ആർലേക്കർ ചിലപ്പോ അളിയനായിരിക്കില്ല, ചിലപ്പോ മച്ചമ്പിയായിരിക്കും. ഏതായാലും പ്രോസിക്യൂഷൻ അനുമതി ഹാജരാക്കണം. അപ്പൊ കോടതി നല്ല ഗവൺമെന്റ് പണിയാണ് കൊടുത്തിരിക്കുന്നത്. 4 മാസത്തെ സമയം കൊടുത്തിട്ടുണ്ട്. നമ്മളിത് പറഞ്ഞെങ്കിലും ആർലേക്കർ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ചെന്ന് സ്വീകരിച്ച ആളാണ്. RSSുമായി CPM വർഷങ്ങൾക്ക് മുമ്പ് ബന്ധമുണ്ടായിരുന്നു. ഭാരത് മാതാവിന്റെ ചിത്രം വെച്ചപ്പോഴത്തേക്ക് ഇവിടെ CPIക്കാരൻ പാവം മന്ത്രി പ്രസാദ് ഇത്രയും പറഞ്ഞു. ശിവൻകുട്ടിയണ്ണ, നമ്മളെ തിരുവനന്തപുരത്തെ മന്ത്രി ശിവൻകുട്ടിയണ്ണ, നമ്മൾ അങ്ങനെ അദ്ദേഹത്തിനെ അറിയാതെ വിളിച്ചു തുടങ്ങി സ്നേഹം കൊണ്ട്. ശിവൻകുട്ടി സാറ് പറഞ്ഞപ്പോഴത്തേക്ക് എന്തായിരുന്നു? മന്ത്രി ശിവൻകുട്ടി പറഞ്ഞപ്പോൾ എന്തായിരുന്നു? ശിവൻകുട്ടി പറഞ്ഞപ്പോഴും നമ്മൾ മുഖ്യമന്ത്രി കേട്ടോ? ഇല്ലല്ലോ. അപ്പോ അങ്ങനെ വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ചിലപ്പോൾ ഒരു സ്നേഹം ഉണ്ടായി അനുവദിച്ചില്ലെന്ന് വരും. അപ്പൊ നമ്മളെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സംഭവത്തിൽ DCC പ്രസിഡന്റ് കേസ് പറഞ്ഞു. കോടതി 4 മാസത്തെ സമയം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ കോടതി ഒരു ഏറ്റ ഗെയിമല്ലേ ഈ കളി കളിച്ചേക്കുന്നത്? ഇത് നടക്കാത്തൊരു കാര്യമല്ലേ? ഇത് നടക്കൂ? എങ്ങനെ നടക്കും? ഒരിക്കലും നടക്കൂല. ഈ വർഷങ്ങൾക്ക് ശേഷം ഈ ഭരണം മാറിയാൽ, ചിലപ്പോ ഭരണം മാറി മറ്റേ കോൺഗ്രസ് സർക്കാർ വല്ലതും വന്നാൽ അടുത്ത വർഷം മറ്റോ കോൺഗ്രസ് സർക്കാർ വന്നാൽ അന്ന് ഈ ഗവർണർ ആണെങ്കിൽ, ഇദ്ദേഹം പ്രതിപക്ഷത്താണെങ്കിലും അല്ലെങ്കിലും, ഇങ്ങനെ നേരത്തെ കൊടുത്ത ഇതിൽ പ്രകാരം കോടതിയുടെ പരാമർശം ഉണ്ടായിരുന്നു. അതിൽ പ്രകാരം വേണമെങ്കിൽ അറസ്റ്റ് നടപടിയിലേക്ക് പോകാമെന്ന് വേണമെങ്കിൽ കൊടുക്കാം, അല്ലേ? അങ്ങനെ ഒരു ആശ വേണമെങ്കിൽ നമുക്ക്. കോടതി വശങ്ങളെ കുറിച്ച് വലിയ അറിവില്ല, എന്നാലും നമുക്ക് തോന്നുന്നത് മുഖ്യമന്ത്രിയായി ഇരിക്കുമ്പോൾ ഇത്രയും ഒരു പദവിയിൽ ഇരിക്കുന്ന ഒരാളിനെ, പക്ഷെ ഇതൊരു തെറ്റാണ് ശരിക്കും. നമ്മളിത് കാലങ്ങളായിട്ട് ഈ സംഭവം നടക്കുമ്പോൾ എത്രയോ മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റില് നമ്മുടെ വിനു ജോണൊക്കെ ഇരുന്ന് എത്രയോ ചർച്ചകളിൽ ഈ ചർച്ച കൊടുമ്പുരി കൊണ്ട് ചർച്ച ചെയ്തൊരു സാധനം. കാര്യം എൻ്റെ ഈ വാഹനത്തിനിടയിൽ വീഴാതിരിക്കാൻ രക്ഷാപ്രവർത്തനം നടത്തിയെന്നാണ് മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് പറഞ്ഞത്. അത് എത്രത്തോളം പോക്കൃത്തരമാണെന്ന് ആലോചിച്ചു. ഇപ്പോ നമ്മൾ ഈ പറയുന്ന പോലെ ചെറുപ്പത്തിന്റെ തിളപ്പിൽ സമരത്തിന് പോയിട്ടുള്ള നിരവധി, ഇപ്പൊ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ SFIയുടെ സമരങ്ങൾക്കൊക്കെ ഒരുപാട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കൂൾ അറിയാതെ വീട്ടുകാരറിയാതൊക്കെ ഞാൻ പോയിട്ടുണ്ട്. അതൊക്കെ ചെറുപ്പത്തിന്റെ ഇതാണ്, ചോരത്തിളപ്പ്. അതിപ്പോ വിജയിക്കാൻ ചിലപ്പോൾ പറയാൻ അനുഭവം ഉണ്ടാവും. അപ്പൊ അങ്ങനെ തീരെ ചെറുപ്പമല്ല ഈ ഇറങ്ങിയവര്, പ്രത്യേകിച്ച് കോൺഗ്രസ് ആണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ എല്ലാ വർഷവും പറയുമ്പോൾ കോൺഗ്രസ്സുകാർ തല്ലുകൊള്ളുന്ന പാർട്ടി അല്ല, അതറിയാലോ. കോൺഗ്രസ് തല്ലുകൊള്ളാറില്ല. കോൺഗ്രസ് നമ്മൾ നേരത്തെ ഒരു സംസാരത്തിൽ പറഞ്ഞില്ലേ, പിന്നെ ഈ പറയുന്ന പോലെ അടുത്ത ഭരണം പ്രതിപക്ഷത്താവാൻ കാത്തിരിക്കുകയാണ് DYFIക്കാർ സമരത്തിന് ഇറങ്ങാനായിട്ട്. അല്ലാതെ അവർക്കിപ്പോ സമരം, ഇപ്പൊ നമ്മൾ പറഞ്ഞ ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ വിഷയം, ഇത് ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിൽ ഈ കേരളം ഇന്ന് കത്തിയത്.
അത് ഉറപ്പല്ലേ അല്ലേ? കാരണം ഇവര് പ്രതിപക്ഷത്തിരുന്ന ഇവരെ നല്ല പ്രതിപക്ഷമായിരിക്കും. അതായത് നല്ല പ്രതിപക്ഷം അല്ല, കഴിഞ്ഞ ദിവസമേ ആ സെനറ്റ് ഹാളിന് മുമ്പിൽ ഇവരെപ്പോഴും പ്രതിപക്ഷത്തിരിക്കേണ്ട ആൾക്കാരാണ്. അത്ര യോഗ്യതയുള്ളൂ. അതായത് ഇവര് പ്രതിപക്ഷത്തിരുന്നു കഴിഞ്ഞാൽ നല്ലതും ചീത്തയും എന്തിനെ അവര് എതിർക്കും. നല്ലത് എതിർക്കും, ചീത്ത എതിർക്കും. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഭാരതമാതാവിന്റെ വിഷയത്തിലെ ഗവർണറുടെ ഓഫീസിലെ ഉണ്ടായ വിഷയം ഓർമ്മയുണ്ടല്ലോ. ഗവർണർ ഇപ്പൊ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തൊക്കെ പറഞ്ഞ വിഷയം ഉണ്ടായി. അവിടുത്തെ സ്ഥിരം ഈ തല്ലുകൊള്ളി ടീമുകളെ പടം ഇന്നലെ ഉണ്ടായിരുന്നു. ഗവർണർക്കെതിരെ പ്രതിഷേധം, പോലീസിനെ തള്ളണം, പോലീസ് ഇപ്പൊ ഭരണത്തിരിക്കണതായിട്ട് തല്ലണല്ലേ ഉള്ളൂ. എനിക്കറിയാം അവിടുത്തെ സഹാക്കൾ ഈ സ്ഥിരം ഈ തല്ല് കൊള്ളാൻ വേണ്ടി നടക്കുന്ന സഹാക്കൾ അറിയാം. പടം കൃത്യമായിട്ട് കൊച്ചി മാതൃഭൂമിയിൽ തിരുവനന്തപുരത്ത് അടിയുടെ പടമുണ്ട്. അപ്പോ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത്, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന നവകേരള സദസ് യാത്രക്കിടെ പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാനും ഡിവൈഎഫ്ഐ പ്രവർത്തകരെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടാണ് കേസ്. പ്രതിഷേധക്കാർ വാഹനത്തിനുള്ളിൽ വീഴാതിരിക്കാൻ രക്ഷാപ്രവർത്തനം നടത്തിയത് എന്നും അത്തരം പ്രവർത്തനം തുടരുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അപ്പൊ തുടരുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ പിന്നെ ഉണ്ടായത്. അതായത് എങ്ങനെ എന്താ പറയാ, ഈ അടി ഉണ്ടായതും അവർക്കൊരു ഊർജം കിട്ടിയത് മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നല്ലേ വീണത്. അപ്പോൾ മുഖ്യമന്ത്രി നടത്തിയത് കലാപാഹ്വാനമാണെന്നും രക്ഷാപ്രവർത്തനം പരാമർശത്തിൽ പ്രേരണക്കുറ്റം ചുമത്തണമെന്നുമായിരുന്നു സ്വകാര്യ അന്യായത്തിലെ ആവശ്യം. അത് സ്വകാര്യ അന്യായത്തിലെ ആവശ്യം ഇദ്ദേഹത്തിന്റെയാണ്, മുഹമ്മദ് ഷിയാസിന്റെയാണ്. തുടർന്ന് ഹർജിയിലെ ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കോടതി എറണാകുളം സെഷൻസ് പോലീസിനെ ചുമതലപ്പെടുത്തുകയും 15 തവണ ഉത്തരവ് പറയാൻ മാറ്റിയ ശേഷം കോടതി ഇപ്പോൾ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അപ്പൊ കോടതി ഈ ഉത്തരവിലൂടെ പറയുമ്പോൾ നമ്മൾ കോടതി മുഹമ്മദ് ഷിയാസിന് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് പറഞ്ഞത് എന്ന് നമ്മൾ പറയുമ്പോഴും ഇതെന്തെങ്കിലും മുഹമ്മദ് ഷിയാസിനെ കൊണ്ട് ഒറ്റയ്ക്കോ ഗവർണർ ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യത്തുമില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് അങ്ങനെ ആണെങ്കിലും എന്തോ ഒരു ലൂപ്പ് ഹോൾ ഇതിലുണ്ടെന്ന് തന്നെ നമുക്ക് കരുതാം. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഇതൊരു വാർത്താ പ്രാധാന്യം കിട്ടാൻ സാധ്യതയുണ്ടാവും, അല്ലെ? ഒരു ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വെറുതെങ്കിലും ഒരു ഷോ എങ്കിലും കാണിക്കാൻ പറ്റും. അദ്ദേഹം ഇപ്പം CPM ഭരണത്തിൽ വരാതിരിക്കുകയാണെങ്കിൽ അപ്പോ ഇതെല്ലാം അറസ്റ്റിലോട്ടൊക്കെ പോകും തോന്നുന്നുണ്ട്. അല്ല, എന്നാലും ഒരു ഇതെങ്കിലും പേപ്പറെങ്കിലും കൊടുക്കും. ഒരു സമൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു പേപ്പർ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു എന്തെങ്കിലും ഒന്നും കൊടുക്കും. കാര്യം എന്ന് വെച്ചാൽ ആ ചെറുപ്പക്കാരെ തല്ലിയ രംഗം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അത് മറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിലെ ഒരു രാഷ്ട്രീയം നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോടതി വിധിയിലൂടെ ഈ പറയുന്ന മുഹമ്മദ് ഷിയാസിന്റെ ഈ സബ്മിഷൻ, ഈ കോടതിയിൽ കൊടുത്ത പരാതി ചീറ്റിപ്പോയി എന്ന് തന്നെ നമുക്ക് പറയാം. കാര്യം പ്രോസിക്യൂഷൻ അനുമതി ഇല്ലാതെ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഒരു ചിരി ഉണ്ടല്ലോ, അങ്ങനെ ഒരു പ്രത്യേക ആക്ഷനിലുള്ള ഒരു ചിരി, ഒരു നമ്മളെയൊക്കെ ഒരുമാതിരി ആസാക്കണ ചിരി ഓർമ്മയുണ്ടല്ലോ. ആ ആസാക്കണ ചിരി ഇപ്പൊ അദ്ദേഹം ചിരിക്കുകയായിരിക്കും. എന്നാ പിന്നെ നീയൊക്കെ എന്നെ ഒന്ന് അറസ്റ്റ് ചെയ്തോന്ന് കാണട്ടെ. ഇപ്പം ഞാനിവിടെ ഇരുന്ന് ഈ ഫ്ലോറിൽ ഇരുന്ന് പറഞ്ഞത് ആരെങ്കിലും കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് ഏത് മണ്ടനോടാ ഇത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം പറയും. അതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ തന്നെ എന്നെ മണ്ടൻ എന്ന് പറഞ്ഞെന്ന് വേണമെങ്കിൽ എനിക്കത് ഇതുമില്ല. അപ്പോ സത്യത്തിൽ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന രീതിയിൽ ഈ ഗൺമാന്മാരുണ്ടല്ലോ, ഗൺമാന്മാർ ഇത്തിരി പേടിക്കേണ്ടി വരും. ഒന്ന് അനിൽ എന്ന് പറഞ്ഞൊരു ഗൺമാൻ, പിന്നെ വേറൊരു ചെറുപ്പക്കാരൻ ആ പട്ടിയെ തള്ളണ പോലെയാണ് തല്ലിയത്. ഈ ഗൺമാൻ തിരുവനന്തപുരത്തുള്ള ആളാണ്, ഈ അനിൽ എന്ന് പറയുന്നത്. പെൻഷൻ പറ്റിയിരുന്നാലും രാഹുൽ മാങ്കൂട്ടം പറഞ്ഞേക്കുന്നത് നോട്ട് ദ പോയിന്റ് എന്ന് പറയും പോലെ സാറേ ഞങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുണ്ട്. അതിന് 2-3 കൊല്ലങ്ങൾ കഴിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് യുവത്വം മാറി കഴിയുമ്പോൾ ഇനി അത് മാറുമെന്ന് എനിക്കറിയത്തില്ല. രാഹുൽ മാങ്കൂട്ടം ഇത് MLA ആയിട്ടില്ല. MLA ആയി അത് വേറൊരു കഥയുണ്ട്. ഏറ്റവും കൂടുതൽ തലതള്ളി പൊട്ടിച്ച പോലീസുകാർ ഗൺമാന്മാരായിട്ട് ചില മന്ത്രിമാരെ കൂടെ ഉണ്ട്. ഈ രാജീവിനെ ഏറ്റവും കൂടുതൽ തല്ലി ഇവിടുത്തെ മന്ത്രി രാജീവില്ലേ, മന്ത്രി രാജീവ് കീറിയ ഉടുപ്പുമായിട്ടൊക്കെ പോലീസ് തല്ലി തകർത്ത് കളഞ്ഞ ഒരു പടമുണ്ട്. മന്ത്രി ഇങ്ങനെ ആകപ്പാട് ഒരു ഈർക്കിൽ പോലെ ഇരിക്കുന്ന രാജീവ്. ഈ രാജീവിനെ പിന്നീട് മന്ത്രി ആയി കഴിഞ്ഞപ്പോഴോ അല്ലെങ്കിൽ രാജീവ് നേതാവായപ്പോഴോ കാണാൻ ചെന്നിട്ടുണ്ട് ഈ പോലീസുകാരെ. അപ്പൊ അതുകൊണ്ട് ആ പോലീസുകാരെ ചിലപ്പോ ഈ പറയുന്ന പോലെ ചിലപ്പോ അന്ന് തല്ലിയതിന്റെ ഒരു ഇതിൽ ഒരു വാക്കെങ്കിലും പറയാൻ ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചെയ്യുമോ ഇല്ല എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പിന്നെ മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, CPM-നകത്ത് ഈ പറയുന്ന ചെറുപ്പക്കാർക്ക് കണ്ണൂര് വെച്ച് എന്താ പറയാ കിട്ടാവുന്ന തല്ല് മാക്സിമം കിട്ടിയപ്പോഴും മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ടാണ് അവിടെ ഇരുന്നത്. അത് നമുക്ക് ഒട്ടും തന്നെ ദഹിക്കാൻ പറ്റില്ല. അവിടുത്തെ ആ തല്ല് രംഗം കണ്ടാവുണ്ടല്ലോ. തല്ലുമാല സിനിമ ഇറങ്ങിയ ഇടയ്ക്കായിരുന്നു ആ തല്ലുമാല എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയിരുന്നല്ലോ. ആ തല്ലുമാല സിനിമയിൽ പോലും ഇത്രയും മൃഗീയമായ രംഗങ്ങൾ ഉണ്ടായിട്ടില്ല. ചെടിച്ചട്ടി മാറിയാണ് ആ ചെറുപ്പക്കാരെ തല്ലിയത്. ആ കണ്ണൂരാണ് തുടക്കം. കാസർഗോഡ് നിന്ന് കണ്ണൂർ എത്തിയപ്പോഴാണ് തുടക്കം എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഈ ലോകത്തൊന്നും കണ്ടിട്ടില്ല ഇങ്ങനെയുള്ള ഒരു ആക്രമണമൊന്നും. ഇപ്പൊ ഇവർ എത്രയോ സ്ഥലങ്ങളിൽ കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇടയ്ക്ക് സംസാരിച്ചു പറഞ്ഞു KC-ക്കാരോ യൂത്ത് കോൺഗ്രസ്സുകാരോ തല്ല് കൊണ്ടിട്ടില്ല എന്ന്. തല്ല് കൊള്ളുന്ന സ്വഭാവം അവർക്കില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന പോലെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഈ പറയുന്ന VD സതീശൻ പോലും സമരത്തിന് ആഹ്വാനം ചെയ്യാത്തത്.
തല്ലുകൊള്ളാൻ ആകെ അറിയാവുന്നത് ഡിവൈഎഫ്ഐക്ക് SFIക്ക് ഉള്ളൂ. അപ്പൊ ഏതായാലും ഗവർണറുടെ അനുമതി ഇദ്ദേഹത്തിന് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാനെന്ന് പറയുമ്പോൾ ഗവർണറുടെ അനുമതി കിട്ടിയാലേ പ്രോസിക്യൂഷൻ ഈ മേൽ നടപടികൾ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് കോടതി പറയുമ്പോൾ 4 മാസത്തെ സമയം കൊടുക്കുമ്പോൾ ഷിയാസ് ഇനിയിപ്പോ ഇതിൽ എന്ത് ചെയ്യും എന്നുള്ളത് ശരിക്കും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. കോൺഗ്രസിന് ഇതാകപ്പാടെ ഒരു സമസ്യയായി മുന്നിൽ നിൽക്കുന്നുണ്ട്. പിണറായി വിജയന് അദ്ദേഹത്തിന്റെ സ്വസിദ്ധമായ കളിയാക്കിയുള്ള ചിരിക്ക് ഒരു കാരണം കൂടിയാണ്.